മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നിങ്ങൾ ഈ വചനം കേട്ടിട്ടില്ലേ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കൊച്ചു കൊച്ചു നോമ്പും ഉപവാസവും കൊച്ചു ത്യാഗങ്ങളും ഒക്കെ എടുത്ത് ആത്മാവിലും ശരീരത്തിലും റിപ്പയറിംഗ് നടത്തുന്ന ഒരു സുന്ദരമായ കാലമാണല്ലോ നോമ്പുകാലം. കൊച്ചു നോമ്പുകൾ കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതോടൊപ്പം എൻ്റെ ഉള്ളും ഹൃദയവും ശുദ്ധമാക്കാൻ ശ്രമിക്കണം കേട്ടോ. അകം ചെയ്യുന്ന ആപ്പിൾ പുറമെ യാതൊരു കുഴപ്പവും കാണിച്ചില്ലെങ്കിലും കഴിക്കാൻ കൊള്ളുമോ? ഇല്ലല്ലേ, അത് വലിച്ചെറിയാനേ പറ്റൂ. ഒരു കഥയുണ്ട്. ഗുരു തന്റെ ശിഷ്യർക്ക് ഓരോ മുറി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും മുറിയിൽ കൊണ്ടുവെക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, മുറി നിറഞ്ഞിരിക്കണം. ഒരു ദിവസത്തെ സമയം കൊടുത്തു. ഒരു ശിഷ്യൻ ദിവസം മുഴുവൻ ഓടി നടന്ന് കണ്ട ചപ്പു ചവറുകൾ മുഴുവൻ കൊണ്ടുവന്ന് മുറിയിൽ നിറച്ചു. പക്ഷെ ഗുരുവിന് ചീന മണം കാരണം മൂക്ക് പൊത്തി പോരേണ്ടി വന്നു. രണ്ടാമത്തെ ശിഷ്യൻ ശാന്തനായി ഏതാനും മെഴുകുതിരിയും സാമ്പ്രാണിയും കൊണ്ടുവന്ന് മുറിയിൽ കത്തിച്ചു വെച്ചു. ഗുരു എത്തിയപ്പോഴേക്കും ആ മുറി മുഴുവൻ സുഗന്ധം കൊണ്ട് പരന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ചിന്തിക്കാം, ഞാൻ ഈ നോമ്പുകാലത്ത് കണ്ട ചപ്പു ചവറുകൾ കണ്ടും കേട്ടും പറഞ്ഞും ചീഞ്ഞനാർന്ന മുറി പോലെയാണോ? അതോ വഴക്കടിക്കാതെയും അസൂയപ്പെടാതെയും മറ്റുള്ളവരെ സഹായിച്ച് അവർക്ക് വെളിച്ചം പരത്തുന്ന നല്ല കൂട്ടുകാരാണോ? ഈ നോമ്പുകാലം അതിനുള്ള അവസരമാകട്ടെ. ആമേൻ.